Please like and subscribe. ഒരു വെറൈറ്റി ഒരു വീഡിയോ ആണ്. ബീഫിന്റെ ഒരു സ്റ്റേക്ക് ഹോം മെയ്ഡ് മഷ്റൂം, ഒരു ടൈഗർ പ്രോൺസ്. ഈ കഥയിലെ കഥാപാത്രങ്ങളും കഥയും തികച്ചും സാങ്കല്പികം എന്ന് പറഞ്ഞു. മാന്ത്രിക നിമിഷങ്ങൾ എന്നൊക്കെ പറയില്ലേ, പ്രശ്നമൊക്കെ അടിച്ചിട്ട് സമയത്ത് കണ്ടു കഴിഞ്ഞാൽ ചെറിയൊരു ചിരി വരും. ഒരു ടെക്സ്ചർ കണ്ട ഇതാണ് സ്വർഗം എന്ന് പറയില്ലേ. അപ്പോൾ വീണ്ടും റാൻഡം റൈറ്റ്സിന്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നും ഒരു ചെറിയൊരു കുക്കിംഗ് പരിപാടി തന്നെയാണ്. നമ്മള് കുക്കിംഗ് മാത്രമല്ല, യാത്രകളൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പോൾ അധികം യാത്ര മഴയൊക്കെ മൺസൂണൊക്കെ കാരണം യാത്രയൊന്നും പോകാൻ പറ്റാത്ത കാരണം നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് കുക്കിംഗിൽ തന്നെയാണ്. പതിവ് പോലെ നമ്മൾ ഒരു ഹാർഡ് കോർ ബീഫ് ഫാൻ ആയതുകൊണ്ട് ബീഫിന്റെ പരിപാടി ഉണ്ട്. പിന്നെ ഒരു ചെറിയൊരു 2 മഷ്റൂം കിട്ടി, നല്ല അടിപൊളി ഷേപ്പുള്ള 2 മഷ്റൂം കിട്ടിയിട്ടുണ്ട്. സാധാരണ ഈ ഷേപ്പുള്ള മഷ്റൂം അല്ല കിട്ടാറ്. ഇതിപ്പോ ഒരു നല്ലൊരു വെറൈറ്റി, ഒരു ഹോം മെയ്ഡ് മഷ്റൂം ഒരു വീട്ടിലുണ്ടാക്കിയിട്ട് അവർ വിൽക്കുന്നതാണ്. പിന്നെ നമ്മൾ കുറച്ച് അടിപൊളി ടൈഗർ പ്രോൺസ്. ഓക്കെ, ഇത് എന്താണ് ചെയ്യുന്നത് ഞാൻ കുക്ക് ചെയ്യുമ്പോൾ പറയാം. ഈ ടൈഗർ പ്രോൺസും ഈ ഒരു ഇതും മഷ്റൂമും വെച്ചിട്ടുള്ള ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യുക, ഈ ബീഫില്ലേ, ബീഫിന്റെ ഒരു സ്റ്റേക്ക് ഉണ്ടാക്കാൻ പോവാം. ലൈറ്റ് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻസ് മാത്രമാണ് ഈ ബീഫ് സ്റ്റേക്ക് ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്നുള്ളൂ. കുറച്ച് പെപ്പർ, കുറച്ച് ഉപ്പ്, ഇത് രണ്ടും മാത്രമാണ് ഈ ബീഫ് സ്റ്റേക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. വേറെ ഒന്നും ഉണ്ടാക്കുന്നില്ല. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് ബീഫിന്റെ മാരിനേഷന്റെ പരിപാടി നോക്കാം. വലിയ കാര്യപ്പെട്ട പരിപാടിയൊന്നുമില്ല, വളരെ സിമ്പിൾ ആണ്. ആദ്യം നമ്മൾ ഒരു ഫോർക്ക് എടുക്കുക, ജസ്റ്റ് കുറച്ച് ഹോൾസ് ബീഫിൽ ഇട്ട് കൊടുക്കുക. അപ്പൊ ഇതേതും ആക്കി വെച്ചിട്ട് നമുക്ക് കുറച്ച് സോൾട്ടും കുറച്ച് പെപ്പറും അപ്ലൈ ചെയ്യാം. ജസ്റ്റ് കുറച്ച് സോൾട്ടും, അധികം വേണ്ട, കുറച്ച് സോൾട്ട്, അതുപോലെ തന്നെ കുറച്ച് പെപ്പർ. ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പെപ്പറാണ് കേട്ടോ. നാട്ടിൽ നിന്ന് നമ്മുടെ വീട്ടിലുണ്ടായിട്ട് പൊടിച്ചെടുത്തിട്ടുള്ള പെപ്പറാണ്. അതുപോലെ തന്നെ ഇതൊന്ന് മറിച്ചിട്ടിട്ട് ഇപ്പുറത്തും കൂടി കുറച്ച് ഉപ്പ്, അധികം വേണ്ട, കുറച്ച് ഉപ്പ്, അതുപോലെ തന്നെ ഈ പോർഷനിലും കുറച്ച് കുരുമുളക്. പാത്രത്തിൽ ഒരു ജസ്റ്റ് ഒന്നിങ്ങനെ, ഇത് സത്യമായി സ്റ്റീക്കിന്റെ പീസൊന്നും അല്ല കേട്ടാ. നമ്മളെ നാട്ടിൽ നിന്ന് സ്റ്റീക്കിന് ശരിക്കും പറഞ്ഞാൽ സ്റ്റീക്ക് പുറത്തുള്ളവർക്ക് കണ്ടില്ല, സ്റ്റീക്ക് പീസ് ആയിട്ട് തന്നെ കിട്ടും. നമുക്കത് എന്തായാലും ഇവിടെ അവൈലബിൾ അല്ല, പ്രത്യേകിച്ച്. പിന്നെ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് പലർക്കും തോന്നുന്ന ഇതുപോലത്തെ വീഡിയോ ഇപ്പോൾ അടുത്ത് ഏതോ ഒരു ചാനലിൽ കണ്ടുവെന്നോ എന്നൊക്കെ തോന്നും. പക്ഷെ നമ്മൾ പറയില്ലേ, സിനിമയ്ക്ക് മുന്നേ എഴുതി കാണിക്കില്ലേ, ഈ കഥയിലെ കഥാപാത്രങ്ങളും കഥയും തികച്ചും സാങ്കല്പികം എന്ന് പറഞ്ഞ പോലെ ചെറിയൊക്കെ ഒരു മോട്ടിവേഷനും ചെറിയൊരു ഇതൊക്കെ എല്ലാ വീഡിയോസും എടുത്തിട്ടുണ്ട്. എന്നാലും നമ്മൾ ഇതൊന്നും നമ്മുടെ രീതിയിൽ ഉണ്ടാക്കി നോക്കാൻ ശ്രമിക്കാം. ഇതൊന്നൊരു 10 മിനിറ്റ് നേരം ഒന്ന് ഇരിക്കട്ടെ. അപ്പൊ ആ ബീഫ് ഒന്ന് മാരിനേറ്റ് ചെയ്തൊന്ന് പിടിക്കണ സമയം ഉണ്ടല്ലോ, ആ സമയം കൊണ്ട് നമുക്ക് നെക്സ്റ്റ് പ്രിപ്പറേഷൻ ഒന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് ഈ ഇതില്ലേ മഷ്റൂം, ഈ മഷ്റൂം ഒന്ന് നമുക്ക് അരിഞ്ഞു വെക്കാം. മഷ്റൂം അധികം അത്രയ്ക്കാണ് ചെറുതാക്കിയിട്ടല്ല അരിയുന്നത്, കുറച്ച് വലുതാക്കിയിട്ട് നമുക്ക് അരിയാം. നല്ല സൈസുള്ള മഷ്റൂമാണ്. ഓക്കെ, പിന്നെ നമ്മുടെ പ്രോൺസ് നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. പ്രോൺസ് ഞാൻ ഇത്ര വലുതായതുകൊണ്ട് ഒരു 2 കഷ്ണമാക്കിയിട്ട് ചെയ്യുന്നുണ്ട്. നമുക്കിനി ബീഫ് സ്റ്റേക്ക് ഉണ്ടാക്കി സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് ബീഫ് സ്റ്റേക്കിന്റെ പ്രിപ്പറേഷൻ നോക്കാം. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ എടുത്തുള്ളത് എക്സ്ട്രാ ലൈറ്റ് ഒലിവ് ഓയിലാണ്. ഒലിവ് ഓയിൽ തന്നെ വേണമെന്ന് ഒരു നിർബന്ധമില്ല, നമ്മളിലുള്ള കാരണം. ഒലിവ് ഓയിൽ കുറച്ച് കോസ്റ്റ്ലിയാണ്, സാധാ ഓയിലായാലും മതി. നമ്മളിലുള്ള കാരണം നമ്മൾ കുറച്ച് ഒലിവ് ഓയിൽ ഇതിലൊഴിക്കുന്നു. ബീഫിന്റെ സ്റ്റേക്ക് പീസ് മാരിനേറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുള്ള ഈ ബീഫിന്റെ സ്റ്റേക്ക് പീസ്. ഓക്കെ, ഇത് നമുക്ക് ഇതിലേക്ക് മെല്ലെ വയ്ക്കാം. ഇത് വരുമ്പോൾ നമുക്ക് കുറച്ച് ബട്ടറും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് ജസ്റ്റ് അമർത്തിയിരിക്കാൻ വേണ്ടി നമുക്കൊന്നൊരു വെയിറ്റ് ഇതിന്റെ മുകളിൽ, ഇറച്ചിയുടെ മുകളിൽ അപ്ലൈ ചെയ്യാം. ഇതിന്റെ മുകളിൽ നമ്മളൊരു പ്ലേറ്റ് വെച്ച്, ആ പ്ലേറ്റിന്റെ മുകളിൽ കുറച്ച് നമ്മുടെ അരക്കണ കുഞ്ഞമ്മിയില്ലേ അത് വെച്ച്, ഇതിന്റെ വെയിറ്റ് കൂടെ അത് നല്ല അടിപൊളിയായിട്ട് അവിടെ ബാക്കിൽ അതിന്റെ ക്രസ്റ്റ് ഫോം ആയി വരും. ബീഫ് സ്റ്റേക്ക് ഒന്ന് ആയി വരുന്ന സമയമാണ് ഒരു ചെറിയൊരു കോക്ടെയിൽ അല്ല, മോക്ടെയിൽ. കാരണം മദ്യപാനം പറയുന്ന പോലെ ആരോഗ്യത്തിന് ഹാനികരം. അപ്പൊ നമ്മള് ഒരു മോക്ടെയിൽ ഉണ്ടാക്കി വെക്കാം. മോക്ടെയിലിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് ഇത്: ഒരു ജിഞ്ചറിന്റെ ഒരു എസൻസ് ഉള്ളൊരു ജ്യൂസ്, ഒരു ഓറഞ്ചിന്റെ എസൻസ് ഉള്ളൊരു ജ്യൂസ്, പിന്നെ കുറച്ച് പുതിനയില, പിന്നെ ഒരു ലൈം, പിന്നെ ഒരു സിറപ്പ്. ഈ സിറപ്പ് ഞാൻ എൻ്റെ കൗണ്ടറിൽ നിന്ന് എടുത്ത് വെക്കാം. ഇതാണ് എൻ്റെ ഒരു കൗണ്ടർ കേട്ടോ.
ഈ ഒരു സിറപ്പ് എന്താ പറയാ, ഇത് നമുക്ക് നാട്ടിൽ നിന്ന് കിട്ടും, എല്ലായിടത്തും കിട്ടും. എല്ലാവരും എന്താ പറയാ, അതിനെന്താ പറയാ, മാന്ത്രിക നിമിഷങ്ങൾ എന്നൊക്കെ പറയില്ലേ, ആ ഒരു ബ്രാൻഡിൽ വരുന്നൊരു സിറപ്പാണ്. അപ്പൊ കുറച്ച് ഐസ് ഇട്ടു. ഇത് പറഞ്ഞപ്പോൾ ഒരു കാര്യം ഓർമ്മ വന്നു. ഇത് ചെയ്യണ സമയത്ത് ഒരു മൂവി നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാണ്ട്, നിങ്ങൾ എല്ലാവരും കണ്ടുണ്ടോന്ന് അറിയില്ല. ജിയോ ഹോട്ട്സ്റ്റാറിലൊരു മൂവി വന്നിട്ടുണ്ട്, ടൂറിസ്റ്റ് ഫാമിലി എന്ന് പറഞ്ഞിട്ട്. പറ്റുകയാണെങ്കിൽ സമയം ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഫീൽ ഗുഡ് മൂവി കാണാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ കണ്ടോ, ധൈര്യമായിട്ട് കണ്ടോ. പ്രത്യേകിച്ച് ഇന്നത്തെ സാഹചര്യത്തിൽ വളരെ ആപ്റ്റ് ആയിട്ടുള്ള ഒരു മൂവിയാണ്. അതിന്റെ ബേസിക് ത്രെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീലങ്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് പലായനം ചെയ്ത അവിടുത്തെ സാഹചര്യങ്ങൾ കാരണം, വാർ കണ്ടീഷൻസ് കാരണം പലായനം ചെയ്തു വരുന്ന ഫാമിലിയുടെ ഒരു സ്റ്റോറിയാണ്. ബേസിക് സിമ്പിൾ സ്റ്റോറിയാണ്. ഇന്ത്യയിൽ വന്നിട്ട് സർവൈവ് ചെയ്യാൻ നോക്കുന്ന ഒരു കഥ. അല്ല, ത്രെഡിൽ അത്ര വലിയ സസ്പെൻസും കാര്യങ്ങളൊന്നും ഇല്ല. വേറൊരു രാജ്യത്തേക്ക് പലായനം ചെയ്യേണ്ട ആൾക്കാരുടെ ഒരു സിറ്റുവേഷൻ ആലോചിച്ച് നോക്കിയൊക്കെ. കാരണം നമുക്ക് ആ ഒരു സിറ്റുവേഷൻ ഇതുവരെ വന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് നമ്മളിപ്പോ നമുക്കത് ഭയങ്കര ഇവിടെ ഇരുന്നിട്ട് ട്രോളൊക്കെ ഉണ്ടാക്കി ചിരിച്ച് ഇന്ത്യ ആക്രമിച്ചു, മറ്റേത് ആക്രമിച്ചു, ഇസ്രായേൽ ആക്രമിച്ചു. അപ്പൊ ഇസ്രായേൽ ഇറാൻ ഇപ്പൊ യുദ്ധം നടക്കുന്നുണ്ട് എന്നൊക്കെ ആലോചിച്ചിട്ടുണ്ടാ. ഇസ്രായേലിൽ ഒരു നിയമം മാറ്റി എല്ലാ ആൾക്കാർക്കും തോക്ക് യൂസ് ചെയ്യാന്നുള്ളത്. നമ്മൾ കാണുമ്പോൾ ഇസ്രായേൽ ഇങ്ങനെ യുദ്ധത്തിൽ ജയിച്ചുകൊണ്ടിരിക്കുന്നു, ഇറാനെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു, ഇറാൻ. പക്ഷെ ഒന്ന് ആലോചിച്ച് അവിടെ ജനങ്ങൾ, ഇസ്രായേലിലെ ജനങ്ങളുടെ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ. എത്ര കാശുണ്ട് എന്തെന്ന് പറയും, സമാധാനത്തോടെ ജീവിക്കാൻ അവർ പറ്റുമോ? അതായത് ഫാമിലി ആയിട്ട് ഒരു ഔട്ടിങ്ങിന് പോവുക, ഒരു പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വരെ നിങ്ങൾ വീഡിയോസ് കാണുന്നുണ്ട്, അവർ തോക്കൊക്കെ പിടിച്ചിട്ടാണ് അവർ പുറത്തേക്ക് ഇറങ്ങുക എല്ലാവരുടെ കയ്യിലും. അതായത് ബോയ് ഫ്രണ്ടും ഗേൾ ഫ്രണ്ടും ഒരു ജസ്റ്റ് ഒരു ഡേറ്റിങ്ങിന് പോകാൻ വെച്ചാൽ രണ്ടുപേരുടെ ബാക്കിലും തോക്കും. അത്രയും എന്താ പറയാ, സിറ്റുവേഷൻ നമുക്ക് കാണുമ്പോൾ സിമ്പിൾ ആയിട്ട് തോന്നും. പക്ഷെ ഒരു എന്തുണ്ടായിട്ടും സമാധാനം ഇല്ലെങ്കിൽ ഇതിലൊന്നും കാര്യമില്ല എന്ന് പറയില്ലേ, ആരും ഇതാണ്. അപ്പൊ യുദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര നല്ലൊരു സംഭവം ഒന്നുമല്ല. അതൊന്നും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്, അതൊരു ഫീല് നമുക്ക് കിട്ടും ഈ ഒരു ടൂറിസ്റ്റ് ഫാമിലി എന്ന് പറഞ്ഞ ഒരു പടം കണ്ടെങ്കിൽ. നമ്മളൊരു ഇപ്പൊ ഒരു ഫേമസ് ആയിട്ടുള്ള റാപ്പർ വേടന്റെ ഒരു പാട്ട്, ഒരു ഭൂമി ഞാൻ വാഴുന്നിടം അനുദിനം നരകമായി മാറുന്നിടുന്ന ഒരു പാട്ട്, അല്ല കവിതയാണത് ബേസിക്കലി. അതിലൊരു വരി, ഒരു പോർഷൻ ഇങ്ങനെ, ഐലൻ കുത്തി എന്ന് പറഞ്ഞിട്ടൊരു കുട്ടി കടലില് പലായനം ചെയ്ത് ബോട്ടിൽ നിന്ന് വീണിട്ട് എടുക്കുന്ന ഒരു ഫോട്ടോ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവില്ലേ. അപ്പൊ ആ തീവ്രതയ്ക്ക് നമുക്ക് ഈ ഫോട്ടോ കാണുമ്പോൾ ഒരു 5 നിമിഷം നേരത്തേക്കുള്ളൂ. പക്ഷെ അത് എത്രത്തോളം ഭീകരാണെന്നുള്ളത് നമുക്കത് നമ്മുടെ ഒരു ജീവിതത്തിൽ വരുമ്പോൾ നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പൊ യുദ്ധത്തിനെ ഭയങ്കരമായിട്ട് മഹത്വവൽക്കരിക്കാതെ അതിന്റെ ഇമ്പാക്റ്റുകൾ കുറെ ഉണ്ട് എന്നും കൂടി നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ വളരെ നല്ലത്. അപ്പൊ എല്ലാവർക്കും സമയം ഉണ്ടെങ്കിൽ ആ ടൂറിസ്റ്റ് ഫാമിലി എന്ന് പറഞ്ഞ സിനിമ ഒന്ന് കണ്ടു നോക്കി നോക്കുക. ഈ പ്രശ്നമൊക്കെ അടിച്ചിരിക്കുന്ന സമയത്ത് കണ്ടു കഴിഞ്ഞാൽ ചെറിയൊരു ചിരി വരും. അതിൽ അഭിനയിച്ചുള്ള എല്ലാവരും അടിപൊളിയുണ്ട്. നമ്മുടെ പഴയകാല സിമ്രാനൊക്കെയാണ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പൊ അത്രയുള്ള പടത്തിനെ കുറിച്ച് കൂടുതൽ പറയുന്നില്ല. അപ്പൊ നമുക്ക് നമ്മുടെ പരിപാടിയിലേക്ക് വീണ്ടും തിരിച്ചു വരാം. അപ്പൊ ഞാൻ കുറച്ച് ഐസ് ഇട്ടു, കുറച്ച് പുതിനയുടെ ഇല ഇടുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ മാജിക്കൽ സിറപ്പ്, മാന്ത്രിക നിമിഷങ്ങൾ, ആ സിറപ്പ് ഒന്ന് ഇതിലേക്ക് ഒഴിക്കുന്നു. എന്നിട്ട് കുറച്ച് ലൈമ് പിടിച്ചൊഴിയുന്നു. ഓക്കെ, ഈ പിടിച്ചൊഴിഞ്ഞ ലൈമ് അവിടെ തന്നെ കിടക്കട്ടെ. എന്നിട്ട് നമ്മൾ ഈ ജിഞ്ചറിന്റെ ഒരു എസൻസ് ഉള്ള ഒരു ജ്യൂസ്, ഫ്രഷ് ജിഞ്ചറിന്റെ ഒരു എസൻസ് ഉള്ള ഒരു ലിംകവൊക്കെ പോലത്തെ ഒരു സാധനം, അത് കുറച്ച് ഒഴിക്കുന്നു. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഓറഞ്ച് ജ്യൂസ്, ഈ പൾപ്പി ഓറഞ്ച് ജ്യൂസ് ഇല്ലേ, അങ്ങനത്തെ കുറച്ച് ഓറഞ്ച് ജ്യൂസും കൂടി നമ്മൾ ഇതിലേക്ക് മിക്സ് ചെയ്യണം. ഇതാണ് നമ്മുടെ കോക്ടെയില്, അല്ല വീണ്ടും മോക്ടെയില്. ഒരു ഓറഞ്ച് ജ്യൂസ്, അത്രേ ഉള്ളൂ. ഭയങ്കര സിമ്പിൾ ഒരു ഓറഞ്ച് ജ്യൂസ് കുടിക്കുന്ന ഒരു ഇത്രേ ഉള്ളൂ. പിന്നെ നമുക്ക് ഇവിടെ മാറ്റി വയ്ക്കാം, ഇതോടെ ഇരിക്കട്ടെ. നമുക്ക് കുക്കിംഗ് കഴിഞ്ഞിട്ട് ടേസ്റ്റ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയുണ്ട് നോക്കി നോക്കാം. സാധനം ഒന്ന് എടുത്ത് മാറ്റാം. ഓക്കെ, പ്ലേറ്റ് ഒന്ന് എടുത്ത് മാറ്റി വയ്ക്കാം. ഇതിന്റെ ഒരു പോർഷൻ എഴുതാം. ഓക്കെ, ഒരുവിധം ഈ ഭാഗം ഒരുവിധം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്, അല്ലേ? കണ്ടിട്ട് നമുക്കിത് മറിച്ചിട്ട് ഈ ഒരു പോർഷൻ കൂടി ഏകദേശം ഒരു 3 മിനിറ്റ് ചെയ്തിട്ട് എടുത്ത് നോക്കി നോക്കാം. ഈ ജാപ്പനീസ് കുക്കിംഗ് സാക്കെ എന്ന് പറഞ്ഞിട്ടുള്ള സംഭവമാണ്. അപ്പം ഇത് നമുക്ക് ഫ്ലേവർ, ഒരു കുറച്ച് ആഡ് ഓൺ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് അത് എൻ്റെ ഉണ്ടായിരുന്നു, നേരത്തെ ഒഴിക്കാൻ മറന്നു. അപ്പോൾ ജസ്റ്റ് അതും കൂടി ഒന്ന് ഒഴിച്ച് കൊടുത്ത് നോക്കിയാൽ ഇങ്ങനെ ഇടുന്നു. ഓക്കെ, പ്ലേറ്റ് വീണ്ടും ഒന്ന് വെച്ച് ഈ ഒരു സംഭവം ഒന്ന് കയറ്റി വെക്കാം. എന്നിട്ട് ഇതൊരു 2-3 മിനിറ്റ് ഈ പോർഷനും കൂടി ഒന്നാവട്ടെ. ബാക്ക് സൈഡ് എങ്ങനെയുണ്ട് നോക്കാം. ഈ സാധനം ഒന്ന് ഊരി വയ്ക്കുന്നു, മാറ്റി വയ്ക്കുന്നു. ഈ പ്ലേറ്റ് ഒന്ന് മാറ്റി വയ്ക്കുന്നു. ഓക്കെ, മാറ്റി നീണ്ട് ഒരുവിധം
ഈ പോർഷൻ ആയിട്ടില്ലേ ഇന്നില്ല, ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ നിർത്തുകയാണ്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മുടെ അവിടെ റെസ്റ്റ് ചെയ്യാൻ ഇതൊന്നും ഇവിടെ ഇരിക്കട്ടെ, ഒന്നുകൂടെ ഇരുന്ന് റെസ്റ്റ് ആവട്ടെ. അപ്പോൾ നമ്മൾ പാനൊന്നും മാറ്റുന്നില്ല, സെയിം പാൻ തന്നെ. ഇതിൽ നമ്മൾ ബാക്കിയുള്ളൊരു കഷ്ണം ബട്ടർ കൂടി വീണ്ടും ആഡ് ചെയ്യുന്നു. ആദ്യം ചെമ്മീനൊന്ന് ഒരു പീസായിട്ട് വേണ്ട, അപ്പം ഒരു ടൈഗർ പ്രോൺസ് ആണ്. ആ ചെമ്മീനൊന്ന് ആഡ് ചെയ്യുന്നുണ്ട്. ചെമ്മീനൊന്ന് ഇതിൽ കിടന്നിട്ട് ആയി കിടക്കാം. അതൊന്ന് ജസ്റ്റ് ഒരു മിനിറ്റ് ഇട്ടിട്ടൊന്ന് മറിച്ച് കഴിഞ്ഞാൽ ഈ ഒരു കളർ വന്നു. ഉപ്പൊന്നും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ, അപ്പോൾ നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഒന്ന് ഇതായി വന്നിട്ട് നമുക്ക് ഈ ബാക്കിയുള്ള മഷ്റൂം കൂടി ആയിട്ട് ഒന്ന് ആഡ് ചെയ്യാം. മഷ്റൂം ഒന്ന് ആഡ് ചെയ്യുന്നു. കുറച്ച് ഗാർലിക്, ഈ ഗാർലിക് എത്ര വേണമെങ്കിൽ ആഡ് ചെയ്തു, ഒരു കുഴപ്പമില്ല. കാരണം ഇതൊരു ഫ്ലേവർ, ഹെർബൽ ഫ്ലേവറിന് വേണ്ടിയിട്ട് അടിപൊളിയാണ്. ഞാൻ കുറച്ച് അധികം ഗാർലിക് ആഡ് ചെയ്യുന്നുണ്ട്. കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യണം. നമ്മുടെ മല്ലിയില വളരെ ലൈറ്റായിട്ട് ചോപ്പ് ചെയ്തത് അതും കൂടി ആഡ് ചെയ്യുന്നു. നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കാം. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ ഫ്രഷ് ക്രീമാണ്. അമൂലിൻ്റെ ഫ്രഷ് ക്രീം ആഡ് ചെയ്യുന്നത് ഈ സോസ് പോലെ. ഇതിൻ്റെ ഹാഫ് ക്രീം നമ്മൾ ആഡ് ചെയ്യുന്നു. നോക്കിയിട്ട് നമുക്ക് വേണമെന്ന് വെച്ചെങ്കിൽ പിന്നെ ആഡ് ചെയ്യാം. 5 മിനിറ്റ് ഒന്ന് കുക്കായി വരട്ടെ. എന്നിട്ട് നമുക്കിതൊന്ന് കഴിഞ്ഞ് പരിപാടി കഴിഞ്ഞിട്ടുള്ളൂ, കുക്കിങ്ങിൻ്റെ പരിപാടി എത്തുള്ളൂ. ഇതൊന്ന് റെഡി ആവണം. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി നോക്കാം. നമ്മുടെ കുക്കിങ്ങിൻ്റെ ലാസ്റ്റ് ഘട്ടമെത്തി. ഇത് ഏകദേശം റെഡി ആയതെന്ന് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടിയതിൻ്റെ ക്രീമി മഷ്റൂം പ്രോൺസ് സോസ്. ഇത് ബീഫ് സ്റ്റേക്കാണല്ലോ നമ്മുടെ മെയിൻ പരിപാടി. നമുക്ക് ബീഫ് സ്റ്റേക്ക് തന്നെ ആദ്യം ടേസ്റ്റ് ചെയ്ത് നോക്കിയത്. ഒന്ന് കട്ട് ചെയ്തിട്ട് എടുത്താൽ ബീഫ് സ്റ്റേക്ക് ഇത് കട്ട് ചെയ്തിട്ട് കണ്ട ഇതിൻ്റെ ഒരു ടെക്സ്ചർ കണ്ട അടിപൊളിയായിട്ട് കിട്ടിയതിൻ്റെ അടിപൊളി കഷ്ണങ്ങളായിട്ട് കിട്ടിയിട്ട്. അപ്പോൾ നമുക്ക് ആദ്യം എന്താ വെച്ചാൽ ഓരോ ഉണ്ടാക്കിയിട്ടുള്ള ഈ 3 ഒരു സ്റ്റേക്ക്, പിന്നെ നമ്മുടെ ക്രീമി മഷ്റൂം പ്രോൺസ്, പിന്നെ നമ്മുടെ മോക്ടെയിൽ, ഇത് ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് ആദ്യം എങ്ങനെയുണ്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ അത് നമുക്ക് നമ്മുടെ ബീഫ് തന്നെ എങ്ങനെയുണ്ട് നോക്കി നോക്കാം. അടിപൊളി. ഒന്നും വെറും കുരുമുളക്, ഉപ്പ്, ഇത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ സാധനം ഈ ക്രീമി സോസിലിട്ടിട്ടൊന്ന് ഡിപ്പ് ചെയ്തെടുത്ത് ഈ ഒരു ടേസ്റ്റ് ഒറ്റയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ട്. ഈ ക്രീമി സോസിലിട്ടിട്ടൊന്ന് കഴിച്ചു നോക്കി നോക്കാം. ഓ അടിപൊളി. നമുക്ക് ബീഫിൻ്റെ പരിപാടി കഴിഞ്ഞ് ടേസ്റ്റ് ചെയ്ത് അടിപൊളിയുണ്ട്. സർട്ടിഫൈഡ് സൂപ്പർ പരീക്ഷണം ആണെങ്കിലും അടിപൊളിയായിട്ട് വിജയിച്ചിട്ടുണ്ട്. നമുക്ക് നമ്മുടെ മോക്ടെയിൽ എങ്ങനെയുണ്ടെന്ന് നോക്കി നോക്കാം. ജസ്റ്റ് ഒരു സിപ്പ് ചെയ്തിട്ട് നോക്കി നോക്കാം. ഇതാണ് സ്വർഗം എന്ന് പറയില്ലേ, സൂപ്പർ. ഞാൻ ആദ്യം ഇതിൽ എന്താ പറയുക, ഈ സോസ് ഇല്ലേ അത് മാത്രമാണ് ടേസ്റ്റ് ചെയ്ത് നോക്കി നോക്കുന്നത്. അതെങ്ങനെയുണ്ട് നോക്കി നോക്കാം. അടിപൊളിയുണ്ട് സോസ് മാത്രം. ഇനി നമുക്ക് മഷ്റൂം അല്ല ഈ പ്രോൺസ് എങ്ങനെയുണ്ടെന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി നോക്കാം. ഒന്നും പറയാല്ല, മസ്റ്റ് ട്രൈ, അടിപൊളി. ഇനി നമുക്കിവിടെ ഒരു മഷ്റൂം എങ്ങനെയാണ് നോക്കി നോക്കാം. സൂപ്പർ മഷ്റൂം ടേസ്റ്റ്, അടിപൊളിയുണ്ട്. ഓക്കെ, ഈ 3 സാധനങ്ങൾ ഒരുമിച്ച് സോസിൽ മിക്സ് ചെയ്തിട്ട് ആഡ് നോക്കാം. അങ്ങനെയൊരു സമയം ഉണ്ടെങ്കിൽ എപ്പോഴെങ്കിലും മസ്റ്റ് ട്രൈ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. ക്രീമി മഷ്റൂം പ്രോൺസ് ബീഫ് മോക്ടെയിൽ. അപ്പോൾ നമുക്ക് ഏകദേശം വീഡിയോ ഇവിടെ വെച്ചിട്ട് നമുക്ക് മെല്ലെ വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ അതിൽ പറ്റുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്താം. അപ്പോൾ വീണ്ടും വൺസ് അഗെയിൻ താങ്ക്സ് ഫോർ വാച്ചിങ്.